Rosario Santa Fe has just pitched up in heaven out of the shadow of Maradona. ഈ ഒരു ദിവസത്തിന് അത്രയേറെ മാധുര്യമുണ്ടെന്നറിയാം. പക്ഷേ അതിലേറെ മനോഹരമായ മറുവശം കൂടിയുണ്ട് അതിന്. അതിൻ്റെ പേരായിരുന്നു കിലിയൻ എംബാപ്പെ. ഫൈനലുകൾ മുമ്പ് ഏറെ സാക്ഷിയായിട്ടുണ്ടെങ്കിലും അതിനെ ഒരിക്കലും മറക്കാൻ കഴിയാത്തവണ്ണം ഹൃദയത്തിൽ സൂക്ഷിക്കാൻ കാരണമായത് ആ 24-കാരൻ്റെ അപൂർണതയിലും തളർന്നു വീഴാത്ത പോരാട്ട വീര്യം തന്നെയായിരുന്നു. സാക്ഷാൽ ലയണൽ മെസ്സി പോലും തളർന്നുപോയ മൊമെൻറ്റുകൾ അതിന് ഉദാഹരണങ്ങൾ തന്നെയാണ്. ഒരു ഫൈനലിന് വേണ്ടതിലധികം വീറും വാശിയും സസ്പെൻസും കൊണ്ടുവരുന്നതിൽ അയാൾ വഹിച്ച പങ്ക് അവർണ്ണീയം തന്നെയാണ്. 2-0 പിന്നിൽ നിന്ന് ഫ്രാൻസിനെ വെറും 100 സെക്കൻഡുകൾ കൊണ്ട് ഒപ്പമെത്തിച്ചതും അതേ കാലുകൾ തന്നെ. ഓരോ അർജന്റീന ആരാധകനും നെഞ്ചിടിപ്പോടെ അല്ലാതെ ഓർക്കാനാവാത്ത 2 വെടിയുണ്ടകൾ തന്നാണ് അദ്ദേഹം ആ വേൾഡ് കപ്പ് അവസാനിപ്പിച്ചത്. വാസ്തവത്തിൽ ഫൈനലായതും അവിടെ മുതലായിരുന്നു. ലുസൈൽ സ്റ്റേഡിയത്തിലെ ആ കളിയെ, ആ മരണക്കളിയെ അവസ്മരണീയമായ ഒരു ഫുട്ബോൾ ഏടാക്കി മാറ്റിയതും മെസ്സി ആയിരുന്നേയില്ല, അത് എംബാപ്പെ തന്നെയായിരുന്നു. വെറും 24 വയസ്സായിരുന്നു അവന് പ്രായം. അതിനോടകം തന്നെ കരിയറിൽ ഒരു ലോക കിരീടത്തിന് അവകാശം കൂടിയായിരുന്നു അവൻ. അതും വെറുതെ അങ്ങ് നേടിയതല്ല കേട്ടു. അന്ന് ഫൈനലിലടക്കം ആ 19-കാരൻ അൺസ്റ്റോപ്പബിൾ മോഡിലായിരുന്നു സഞ്ചരിച്ചിരുന്നത്. അതിൻ്റെ പ്രഹരം ഇന്നും പലരുടെയും ഉറക്കം കിടത്തുന്നുണ്ട്. അയാൾക്കൊപ്പം പന്ത് തട്ടുന്ന അയാളുടെ ജനറേഷനിലെ പലരും മികച്ചതായി പറയുമ്പോൾ, മാന്യത വിട്ട് സംസാരിക്കുമ്പോൾ, പ്രവൃത്തിയിൽ പരിധി വിടുമ്പോൾ, എല്ലാം നേടിയിട്ടും ശാന്തനായി കിലിയൻ ഈ ഫുട്ബോൾ ലോകത്ത് അങ്ങനെ വിരാജിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനിയും അയാൾക്ക് സമയം മുന്നിൽ കിടക്കുകയാണ്. ഒരുപക്ഷെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൻ്റെ അവസാന രാത്രിയിൽ ഒരിക്കൽ കൂടി അവതരിക്കാൻ അയാൾ തയ്യാറെടുക്കുക തന്നെയായിരിക്കും. അത് കണ്ടറിയണം 2026 വേൾഡ് കപ്പിൽ ഫൈനൽ എതിരാളിയായി അയാൾ ഉണ്ടാകുമോ എന്ന്.